ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മീഷോയിൽ നിന്ന് ഞാൻ വീട്ടിലേക്ക് വാങ്ങിയ കുറച്ച് സാധനങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് ഈ ബെഡ്റൂമിലോട്ട് വാങ്ങിയ ഈ ഒരു ബെഡ്സൈഡ്സ് റണ്ണറാണ് കേട്ടോ. അപ്പോൾ ഇത് ബെഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇടുന്ന റണ്ണറാണ്, പക്ഷേ ഒന്ന് ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ അത് ഞാൻ ഈ ഒരു ഭാഗത്തോട്ടാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു റണ്ണറാണ്, വലിയ റേറ്റ് ഒന്നുമില്ല, 565 രൂപയുള്ളൂ ഇതിന് വില. ഇത് വാങ്ങിയിട്ട് ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു 6 മാസത്തോളമായിട്ടോ. അപ്പം നല്ലൊരു സാധനമാണ്, കംപ്ലൈൻ്റ് ഒന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യാൻ വിചാരിച്ചത്. ഇതേ സെയിം മാറ്റ് 4 ഡിസൈനുകളിൽ വരുന്നുണ്ട് കേട്ടോ. ഇഷ്ടമുള്ള ഡിസൈൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്, വേണമെന്നുള്ളവർക്ക് ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇത് 5 ഫീറ്റ് കോട്ടാണെങ്കിൽ നല്ല കറക്റ്റ് സൈസായിരിക്കും. ഇത് 6 ഫീറ്റ് ആയതുകൊണ്ട് കുറച്ച് കുറവാണ്, ആ ഒരു പ്രശ്നം മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ സൈഡിലായിരുന്നു ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നത്, പിന്നെ മറ്റേ സൈഡിലോട്ട് മാറ്റിയതാണ്. പിന്നെ ഈ ബെഡ്ഷീറ്റും കംഫർട്ടറും പില്ലോ സെറ്റെല്ലാം കൂടി ആയിട്ട് അതും മീഷോയിൽ നിന്ന് വാങ്ങിച്ചത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ള ഒരു ഹോൾ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണുന്നുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കട്ടോ, ഒന്ന് ചെക്ക് ചെയ്താൽ മതി. നല്ല ഒരു ക്വാളിറ്റി ഉള്ള ഒരു കംഫർട്ടറും ബെഡ്ഷീറ്റും പില്ലോ കവേഴ്സുള്ള ഒരു സെറ്റാണ് കേട്ടോ അത്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ടേബിൾ റണ്ണറാണ് കേട്ടോ. നമ്മൾ ഡൈനിങ് ടേബിളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സാധനമാണ്. അപ്പോൾ ഇതും ഈ ടേബിളിൽ വെച്ച നല്ലൊരു ലുക്കാണ് കേട്ടോ സെൻട്രലായിട്ട്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയത് കുറച്ച് ചെറുതായി പോയി, ഇതിൻ്റെ വലുതുണ്ടായിരുന്നു, പക്ഷെ ഞാനിത് കവിഞ്ഞ് കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതന്നെ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് സൈസാണ്, കൂടുതലായിട്ട് കവിഞ്ഞ് കിടക്കുന്നില്ല എന്നുള്ളൂ. ചിലതിങ്ങനെ അടിയിലോട്ട് കവിഞ്ഞ് കിടക്കാറുണ്ട്. അപ്പോൾ അത് വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കറക്റ്റ് സൈസിൽ വാങ്ങിയതാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ വലിയ സൈസ് വാങ്ങിക്കാവുന്നതാണ്. പക്ഷെ എന്നാലും നല്ല കുഴപ്പമില്ല, അധികം റേറ്റ് ഒന്നും ഇല്ല ഇതിനൊന്നും. എന്നാലും നമുക്ക് ടേബിളിൻ്റെ മുകളിൽ ഇട്ടാൽ നല്ലൊരു ലുക്ക് തോന്നും കേട്ടോ. നിങ്ങൾക്ക് ഈ സാധനം തന്നെ മീഷോയിൽ നിന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോഡ് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്, വേണമെന്നുള്ളവർക്കൊന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. എല്ലാ പ്രോഡക്റ്റിനെയും കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ കാണിക്കുന്നത് കിച്ചണിലോട്ട് വാങ്ങിയ കുറച്ച് ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ അതിൽ ആദ്യം കാണിക്കുന്നത് ഈ ഒരു ചോപ്പറാണ്. എനിക്ക് വളരെ യൂസ്ഫുള്ളായി തോന്നിയ ഒരു സാധനമാണ്. ഇതിന് വലിയ റേറ്റ് ഒന്നുമില്ല. ഇത് 165 ഉണ്ട്, 225 ആ ഒരു റേഞ്ചിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിലുള്ളത്, ഈ ഒരു ബ്ലേഡും പിന്നെ ഈ ഒരു ടോപ്പ് മാത്രമേ ഉള്ളൂ. എന്താണ് നമുക്ക് ചോപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് കുറച്ചൊരു വലിപ്പമുള്ള പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലിടുക. അപ്പോൾ ക്യാരറ്റൊക്കെ ആണെങ്കിൽ ഒരുമിച്ച് അങ്ങോട്ട് ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ചൊരു വലിപ്പമുള്ള ഒരു വലിയ ക്യാരറ്റൊക്കെ ആണെങ്കിൽ 4-5 പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലിട്ടിട്ട് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് വലിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് തന്നെ ചോപ്പ് ചെയ്ത് വരും. അപ്പോൾ ഈ ക്യാരറ്റിൻ്റെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും. നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമുക്കിതിൽ ഓരോന്നോരോന്നായിട്ട് ചോപ്പ് ചെയ്യുന്നത് ഞാൻ കാണിക്കാം. അപ്പോൾ ആദ്യം ഞാൻ ക്യാരറ്റ് ചോപ്പ് ചെയ്തു. ഇനി നമുക്ക് സവാള ചോപ്പ് ചെയ്യാം കേട്ടോ. സവാളൊക്കെ നമുക്ക് പിന്നെ കട്ട് ചെയ്യുന്ന സമയത്ത് കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്ന പ്രശ്നമൊക്കെ ഉള്ളവർക്ക് നല്ല സുഖമാണ്. വലിയ പീസസ് ആയിട്ട് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് ഇതുപോലെ അങ്ങോട്ട് വലിച്ചാൽ മതി. അപ്പോൾ കണ്ണിൽ നിന്നൊന്നും വെള്ളം വരാതെ തന്നെ നമുക്ക് സവാള കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് സവാളയും കൂടി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് തക്കാളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് അതും കൂടി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. തക്കാളി ഇതിലിട്ട് ചോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാനിത് വെറുതെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചോപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി അപ്പോൾ തക്കാളി വരെ ചോപ്പ് ആവുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല മൂർച്ചയൊക്കെ ഉള്ള ബ്ലേഡാണ് കേട്ടോ. അപ്പോൾ അതും ഞാൻ ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കേബേജ് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേബേജ് എങ്ങനെ ചോപ്പ് ചെയ്യുന്നത് നോക്കാം. കേബേജ് അതുപോലെ തന്നെ നമുക്ക് വലിയ പീസസ് ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ലീഫായിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഉടച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താലും മതി. എന്തായാലും ഇതുപോലെ ചെയ്തെടുക്കാം. എന്തായാലും ഒരുമിച്ചിടാൻ കഴിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഇതളായിട്ട് കൈ കൊണ്ട് പൊളിച്ചിട്ട് ഇട്ടാൽ മതി, കത്തിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതുപോലെ 2 വലി ഇതുപോലെയാണ് വലിച്ചാൽ മതി, നല്ല ചോപ്പായി കിട്ടും. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ചോപ്പായി വന്നിട്ടുണ്ട്. അപ്പോൾ കേബേജ് തോരൻ ഉണ്ടാക്കാനൊക്കെ നല്ലൊരു ഈസിയാണ്. ഇതുപോലുള്ളൊരു ചോപ്പർ ഉണ്ടെങ്കിൽ ഒരു കേബേജ് നമുക്ക് 4 പ്രാവശ്യമൊക്കെയായിട്ട് ഇതിലിട്ടിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അത് കണ്ടോ, അപ്പോൾ ഫസ്റ്റത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഇത് കട്ട് ചെയ്തത്. ഇത് കണ്ടോ, നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ എങ്ങനെ കത്തി വെച്ച് കട്ട് ചെയ്താലും ഇതുപോലെ ആവില്ല, അത്രയും ഇതായിട്ട് വരില്ല. ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഇതുപോലെ തന്നെ ചോപ്പ് ചെയ്തിട്ടുണ്ട്. അത് എല്ലാം നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുണ്ടോ, നല്ല നൈസായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കേബേജ് തോരൻ ഉണ്ടാക്കാൻ എനിക്ക് നല്ല ഈസി ആയിട്ട് തോന്നി. അതുപോലെ ക്യാരറ്റിൻ്റെ തോരൻ ഉണ്ടാക്കാൻ അങ്ങനത്തെ ഒക്കെ കട്ട് ചെയ്യാൻ നല്ല ഈസിയാണ്. സവാളയും ചോപ്പ് ചെയ്തെടുക്കാൻ നല്ല ഈസി തന്നെയാണ്. പക്ഷേ എല്ലാത്തിലും നമ്മൾ സവാള ചോപ്പ് ചെയ്തിട്ടല്ലല്ലോ ഇടില്ല. അങ്ങനത്തെ ഡിഷസിനൊക്കെ
ചോപ്പ് ചെയ്യേണ്ട ഡിഷിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സവാള ഇതിൽ ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇത് ക്ലീൻ ആക്കാനും വളരെ ഈസിയാണ്. വെറുതെ ജസ്റ്റ് ഒന്ന് വെള്ളം അടിച്ച് കഴുകിയാൽ മതി. ആ ഒരു ഇത് മാത്രമല്ലേ ഉള്ളൂ കഴുകാൻ. അപ്പോൾ കഴുകാനും നല്ല ഈസിയാണ്. ഒരു മിക്സി കഴുകുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് ഈ ഒരു സാധനം കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് നല്ലൊരു യൂസ്ഫുള്ളായി തോന്നിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അത്. അപ്പോൾ ഇതിൽ അടിയിൽ നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് പതപ്പിച്ചെടുക്കുക ഇതുപോലെ. എന്നിട്ട് അതിന് മുകളിൽ ഇതിൻ്റെ ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ അങ്ങോട്ട് പ്രസ് ചെയ്യണമെങ്കിൽ ഈ ലിക്വിഡ് ഈ മുകളിലോട്ട് ഈ ഹോൾസിലൂടെ വരും കേട്ടോ. അപ്പോൾ നമുക്ക് സ്പോഞ്ച് വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്യണമെങ്കിൽ കണ്ടോ ഇത് നല്ലപോലെ പതഞ്ഞ് വരും. അപ്പം സാധാരണയായിട്ട് ലിക്വിഡ് ഒരു ബൗളിലൊന്നിൽ എടുത്തിട്ട് വെള്ളം കുറച്ച് അതിൽ ഒഴിച്ചിട്ട് നമ്മൾ സ്പോഞ്ച് വെച്ചിട്ട് കഴുകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ ലിക്വിഡ് നമുക്ക് വെറുതെ വേസ്റ്റായി പോവും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല സുഖമാണ്. ലിക്വിഡൊന്നും വേസ്റ്റായി പോവുകയില്ല. പിന്നെ സ്പോഞ്ചിൽ ഉണ്ടാകുന്ന ബാഡ് സ്മെല്ലൊക്കെ ഒഴിവാക്കാനും പറ്റും ഈ ഒരു സംഭവം വാങ്ങുകയാണെങ്കിൽ കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു കണ്ടെയ്നറാണ് കേട്ടോ, ഈ സ്റ്റീലിൻ്റെ. ഇത് എനിക്ക് നല്ലൊരു യൂസ്ഫുള്ളായി തോന്നിയൊരു കാര്യമാണ്. സാധാരണയായിട്ട് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഫൈബറിൻ്റെ ഒക്കെ വാങ്ങുമ്പോൾ ഇതിലേറെ നല്ലത് ഇതുപോലുള്ള സ്റ്റീലിൻ്റെ ജാറുകൾ വാങ്ങുന്നതാണ്. നമുക്ക് ബേക്കറി, നട്ട്സ്, ഈത്തപ്പഴം അങ്ങനത്തെ ഒക്കെ ഇടാനൊക്കെ നല്ല വൃത്തിയുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇതിൻ്റെ അടപ്പിനൊക്കെ നല്ല ടൈറ്റുമാണ്. നല്ല ഒരു ഇതാണ്. നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനും പുറത്ത് സ്റ്റോർ ചെയ്യാനൊക്കെ പറ്റും. സ്റ്റീലായതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കഴുകിയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ജാർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് 5 എണ്ണമാണ് വരുന്നത്. അപ്പോൾ ഇത് ഈ വലുത് മുതൽ ഏറ്റവും ചെറുത് വരെ ഉണ്ട്. ഇന്ന് ഷെയർ ചെയ്ത എല്ലാ സാധനത്തിൻ്റെയും കോഡ് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. വേണമെന്നുള്ളവർക്ക് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ മീഷോ ആപ്പിൽ പോയിട്ട് ഈ ഒരു കോഡ് അടിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു സാധനങ്ങൾ കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.